മൃതശരീരം വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ UDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും പോസ്റ്ററും പതിക്കുകയാണ് രാത്രി. ഒരു കൂട്ടർ ഇവിടെ റോഡ് തടയുന്നു, മറ്റൊരു കൂട്ടർ ആ വഴിയിൽ ചിഹ്നം ഒട്ടിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യരുണ്ടാവും? രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏതെങ്കിലും നന്മ ഇവരുടെ കയ്യിലുണ്ടോ? കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സമൂഹഘടനയിൽ എന്ന് ആ നിമിഷങ്ങളിൽ അവർ ബോധ്യപ്പെടുത്തിയില്ലേ? അവരെന്താ ലക്ഷ്യമിടുന്നത്? അവർ ലക്ഷ്യമിടുന്നത് അപകടമരണത്തെ പോലും രാഷ്ട്രീയ ആവശ്യത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായും നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഷോക്കേറ്റ് ആര്യാടൻ മുഹമ്മദ് ഇവിടെ മന്ത്രിയായിരുന്നല്ലോ, വൈദ്യുതി വകുപ്പിൻ്റെ. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഷോക്കേറ്റ് ആളുകൾ മരിച്ചില്ലേ കേരളത്തിൽ? ആ ചാവക്കാട്ട് ഒരു അച്ഛനും മകനും മരിച്ചു. ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായപ്പോൾ ഷോക്കേറ്റ് മരിച്ചതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആര്യാടൻ മുഹമ്മദ് സ്വയം ഏറ്റെടുത്തിരുന്നോ? അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയൊക്കെ ഇവർ മന്ത്രിയായിരുന്ന കാലത്തുള്ള ഷോക്കേറ്റുണ്ടായ വൈദ്യുതി ആഘാതത്തിൽ നിന്നുള്ള മരണത്തെ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ടോ? ഞങ്ങളാരെങ്കിലും ഈ വൈദ്യുതി കമ്പിയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിത്തെറിച്ചുണ്ടാകുമ്പോൾ ഒരു അപകട മരണം ഉണ്ടായാൽ ആ അപകട മരണം രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഏത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കാൻ പോകുന്നത്? ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത, നമ്മൾ സമൂഹത്തിൽ മാതൃകയാക്കാൻ പാടില്ലാത്ത, വലിയ തോതിൽ എതിർക്കപ്പെടേണ്ട പ്രതിഷേധാർഹമായ പെരുമാറ്റ രീതിയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയാനുള്ളതെങ്കിൽ ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളുടെ നീണ്ട പട്ടിക. അതിൽ നല്ലതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നല്ലതല്ലാത്ത കാര്യങ്ങളെല്ലാം നിലമ്പൂരുള്ള ആളുകൾക്ക് അറിയുന്നതാണ്. നിലമ്പൂരുകാർക്ക് അപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയല്ല ഇവിടെ നിൽക്കുന്നത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. ഞങ്ങളിതുവരെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചോ? ഞങ്ങളാരും ചെയ്തിട്ടില്ലല്ലോ. ഇതൊരു രാഷ്ട്രീയ സമരം എന്നുള്ള നിലയ്ക്കല്ലേ ഞങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? നേരെ റോട്ടിലിറങ്ങുക, സംഘർഷം ഉണ്ടാക്കുക, സംഘർഷ തുടർച്ചകൾ ഉണ്ടാക്കുക. ഒരാൾ ഇവരുടെ സമരത്തിൻ്റെ അവിടെ എന്തോ തല ഇറങ്ങി വീഴുക, എന്തോ ക്ഷീണിച്ചു എന്ന് തോന്നുന്നു എനിക്ക്. അപ്പം അതിനെ മറിച്ചു കൊണ്ടുപോവാണ്. അവർക്ക് ആവശ്യം രക്തസാക്ഷിയെ കിട്ടുമെന്നാണ്. അതാണ് അവർ നോക്കുന്നത്. ഈ അപകടത്തെ അവരെന്തിനാണ് ശ്രമിക്കുന്നത്? തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കണം, രാഷ്ട്രീയ ആവശ്യത്തിന് ഗവൺമെൻറ്റിനെതിരായിട്ട് ഉപയോഗിക്കണം. ഇതാണ് സംഭവം. പക്ഷേ ഞങ്ങൾ അപ്പോഴത്തൊരു സമീപനമുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇതൊരു അപകട മരണമാണ്. അപകടത്തെ രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത്, അത് തെറ്റാണ്. അപകടമാണ്. 2, വൈകുന്നേരമാണ് സംഭവിക്കുന്നത്. നമുക്ക് അന്വേഷിച്ചിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് കണ്ടെത്തണം. അതാണല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണം. എത്രയും വേഗത്തിൽ അത് കണ്ടെത്താനാവണം. അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. വേഗത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം. എത്ര പെട്ടെന്നാണ് ആ സത്യാവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വന്നത്? പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു, കേസെടുക്കാൻ കഴിഞ്ഞു. വസ്തുത, നിങ്ങളെല്ലാം നല്ല ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തി. ഇതിൻ്റെ സത്യാന്വേഷണ പ്രവർത്തനത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഒരു നല്ല പ്രവർത്തനം നടത്തി. മാധ്യമങ്ങളുടെ ആ നല്ല പ്രവർത്തനത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക. സാധാരണ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളിൽ മഹാഭൂരിപക്ഷവും നല്ല ആളുകളാണെങ്കിലും ചിലപ്പോൾ അത്ര തന്നെ നല്ലതല്ലാത്ത രൂപത്തിൽ റിപ്പോർട്ടിങ്ങും നടത്താറുണ്ട്. അതവരുടെ പ്രശ്നങ്ങളായിരിക്കാം. ഇതിൽ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല മാതൃകാപരവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് നിലമ്പൂരിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. ആ സത്യം കേരളത്തെ അറിയിക്കുന്നതിൽ മാധ്യമപ്രവർത്തകരും നല്ലൊരു പങ്കുവച്ചു. നിങ്ങളുടെ ആ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ
വേഗത്തിൽ നമുക്ക് ഈ സത്യം കണ്ടെത്താൻ സഹായകരമായി മാറി. അപ്പോൾ പുറത്തു വന്ന സത്യം എന്താ സംഭവിച്ചത്? ഇന്നലെ കോൺഗ്രസ്സുകാർ പറഞ്ഞതെല്ലാം അസത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സത്യമായി മാറി. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എത്രമാത്രം അധപ്പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി. ഒക്കെ കോൺഗ്രസ്സുകാരാ, എല്ലാം കോൺഗ്രസ്. ഈ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് കോല് വെച്ച് വൈദ്യുതി എടുക്കേണ്ടവരാ? കോൺഗ്രസ് കോല് വെച്ച് വൈദ്യുതി എടുത്തിട്ട് അതിന് അപകടം ഉണ്ടായാൽ ഉത്തരവാദിത്തം ആർക്കാ? പിണറായി വിജയന്, ഇടതുപക്ഷ ഗവൺമെൻറ്റിന്. വൈദ്യുതി മോഷണം നടത്തുന്നത് കോൺഗ്രസ്സുകാർ. അവർ വൈദ്യുതി മോഷണം നടത്തുമ്പോൾ അപകടമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിക്കും ഗവൺമെൻറ്റിനും എന്ന നിലപാട് അംഗീകരിക്കാൻ പറ്റുമോ? വന്യജീവി പ്രശ്നം ഗൗരവമുള്ള പ്രശ്നമാണല്ലോ. ഇപ്പോൾ പുറത്തു വന്ന വാർത്ത എന്താ? ഈ വൈദ്യുതി കമ്പി വെച്ച് വന്യമൃഗങ്ങളെ പിടിച്ച് അത് വിറ്റ് കാശാക്കുന്നവരും കോൺഗ്രസ്സിലുണ്ട് എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ ബോധ്യപ്പെട്ടത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ? ഒരു ഭാഗത്ത് ജാഥ നടത്തുകയാണ്. വന്യജീവികൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ആപത്തിനെ സംബന്ധിച്ച് നമ്മളെല്ലാം ജാഗ്രതയുള്ളവരാണ്. വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഫെൻസിങ് വേണപ്പോൾ നമ്മൾ പോയപ്പോൾ കണ്ടില്ലേ, ഫെൻസിങ് ഉണ്ട് അവിടെ. നമ്മൾ പോയ പ്രദേശത്ത് നിങ്ങളെല്ലാം പോയല്ലോ. നിങ്ങളുടെ എല്ലാം വലതുഭാഗത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലതുഭാഗത്ത് പൂർണ്ണമായ ഫെൻസിങ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ്. പൂർണ്ണമായ ഫെൻസിങ്. ബാക്കിയുള്ള ചിലത്ത് ഇനി പൂർത്തിയാക്കാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ആ വീട്ടിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ പോലും നമുക്കിത് കാണാൻ കഴിയും. ഒന്നോ രണ്ടോ വളരെ കുറച്ച് വീടുകളെ ആ പ്രദേശത്തുള്ളൂ. ആ വളരെ കുറച്ച് വീടുകളുടെ പ്രദേശത്തേക്ക് പോലും കിലോമീറ്റർ കണക്കിൽ നമ്മൾ കമ്പിവേലി കെട്ടി വന്യമൃഗത്തിൽ നിന്നും ജനങ്ങൾക്ക് പരിരക്ഷ നൽകുന്നു എന്നതിൻ്റെ അനുഭവം നമ്മൾ ആ പ്രദേശം സന്ദർശിക്കുമ്പോൾ കാണുകയാണ്. വളരെ കുറച്ച് വീടുകളെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അതിലുണ്ട് എന്നാണ് നമ്മൾ കണ്ടത്.